നമ്മുടെ രാജ്യത്ത് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന മണ്ഡല പുനർനിർണയ ബിൽ വരാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ പാസാക്കിയെടുക്കാൻ കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ സജീവമാക്കി. പ്രതിപക്ഷ നിരയിൽ ഭിന്നതയുണ്ടാക്കിയും മറ്റു പാർട്ടികളിൽ നിന്ന് എംപിമാരെ അടർത്തിയെടുത്തും 2/3 ഭൂരിപക്ഷം തികക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമം. എന്നാൽ ബില്ലിന്മേൽ കേന്ദ്രം ഏകപക്ഷീയമായി മുന്നോട്ടു പോകരുതെന്നും അടിയന്തരമായി സർവകക്ഷി യോഗം വിളിക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭാ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജുൻ ഖാർഗെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. വിവാദമായ മണ്ഡല പുനർനിർണയ ബിൽ എങ്ങനെയും പാർലമെന്റിൽ പാസാക്കിയെടുക്കാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. ലോക്സഭയിലും രാജ്യസഭയിലും ബില്ലിന് അനുകൂലമായ ഭൂരിപക്ഷം ഉറപ്പിക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ശക്തമായ നീക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നത്. പ്രതിപക്ഷ കക്ഷികളെ ഭിന്നിപ്പിച്ചും ഭൂരിപക്ഷം തികക്കാൻ ആവശ്യമായ എംപിമാരെ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് അടർത്തിയെടുത്തും മുന്നോട്ടു പോകാനാണ് ഭരണപക്ഷത്തിന്റെ തന്ത്രം. ഇതിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു രാജ്യസഭാ എംപി കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് വലിയ തകർച്ച നേരിടുന്ന സാഹചര്യത്തിൽ അവരുടെ എംപിമാരെ BJP ചാക്കിട്ട് പിടിക്കുന്നത് പ്രതിപക്ഷ നിരക്ക് വലിയ തിരിച്ചടിയാവുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കങ്ങൾ പ്രതിപക്ഷ സഖ്യത്തെ പ്രതിരോധത്തിലാക്കിയ സാഹചര്യത്തിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത്. ഏകപക്ഷീയമായി തീരുമാനങ്ങളിലേക്ക് കടക്കാതെ വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തരമായി ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കണമെന്ന് മല്ലികാർജുൻ ഖാർഗെ ഈ കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ശൈത്യകാല സമ്മേളനത്തിൽ ഈ ബില്ലിനെതിരെ ഒറ്റക്കെട്ടായി രംഗത്തുവരാൻ പ്രതിപക്ഷത്തിന് കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രതിപക്ഷ കൂട്ടായ്മയിലെ വിള്ളലുകൾ പരമാവധി മുതലെടുത്ത് ബിൽ പാസാക്കാനാണ് കേന്ദ്രത്തിന്റെ ശ്രമം. എല്ലാ സംസ്ഥാനങ്ങൾക്കും 50% മണ്ഡലങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള വ്യവസ്ഥയാണ് ഈ ബില്ലിലുള്ളത്. ഈ വ്യവസ്ഥ മുന്നോട്ട് വച്ചാൽ ഇന്ത്യ സഖ്യത്തിൽ വലിയ വിള്ളലുണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. തമിഴ്നാട്ടിൽ DMK സഖ്യം വിട്ട് കോൺഗ്രസ് വിജയ്ക്കൊപ്പം ചേർന്ന പശ്ചാത്തലം BJPക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ മണ്ഡലങ്ങൾ വർദ്ധിപ്പിക്കുന്ന വ്യവസ്ഥ വന്നാൽ DMKയും ശരത് പവാറിന്റെ NCPയും ബില്ലിനെ പിന്തുണച്ചേക്കുമെന്നാണ് സൂചനകൾ. ഉദ്ധവ് താക്കറുടെ ശിവസേനയും ചില ഭേദഗതികളോടെ ബില്ലിനെ പിന്തുണക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇത് പ്രതിപക്ഷ ചേരിയെ പൂർണ്ണമായും ദുർബലപ്പെടുത്തും. മണ്ഡല പുനർനിർണയ ബില്ലിലൂടെ രാജ്യത്തെ ലോകസഭ നിയമസഭ മണ്ഡലങ്ങളുടെ ഭൂപടം തന്നെ മാറാൻ പോവുകയാണ്. പ്രതിപക്ഷ നിരയിലെ ആഭ്യന്തര തർക്കങ്ങളും കക്ഷിമാറ്റങ്ങളും മുതലെടുത്ത് ഈ നിർണായക ബില്ല് പാർലമെന്റിന്റെ ഇരുസഭകളിലും പാസാക്കിയെടുക്കാൻ കേന്ദ്ര സർക്കാർ ഉറച്ചു തന്നെയാണ് മുന്നോട്ടു പോകുന്നത്. ഖാർഗെയുടെ കത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ സർവകക്ഷി യോഗത്തിന് തയ്യാറാകുമോ അതോ തങ്ങളുടെ തന്ത്രങ്ങളുമായി മുന്നോട്ടു പോകുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും.